കാത്തിരിപ്പെന്നത് വെറുമൊരു സമയമല്ല, അത് നമുക്കുള്ളിലെ വേരുകളെ ആഴത്തിലിറക്കുന്ന കാലമാണ്. ക്ഷമയെന്നത് പ്രപഞ്ച താളത്തിനൊപ്പമുള്ള ഒരു നൃത്തമാണ്. ഒരു ഫലം പഴുക്കാൻ സമയമെടുക്കുന്നത് പോലെ നമ്മുടെ വിജയത്തിനും കൃത്യമായൊരു ദിവ്യ സമയമുണ്ട്. ആ കാത്തിരിപ്പിനെ പരാതികളില്ലാതെ ഒരു ഉത്സവമായി കാണാൻ പഠിക്കുക. പലപ്പോഴും സംശയങ്ങൾ നമ്മെ തളർത്താറുണ്ട്. സംശയമെന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ്. എന്നാൽ വിശ്വാസമോ, അത് ആത്മാവിൻ്റെ പ്രകാശമാണ്. കോടമഞ്ഞിനിടയിലും വഴിതെറ്റാതെ കപ്പൽ നയിക്കുന്ന ഒരു ക്യാപ്റ്റനെ പോലെ നമ്മുടെ വിശ്വാസം എന്ന കോമ്പസിൽ പിടിച്ചു നിൽക്കാം. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, അതാണ് പ്രപഞ്ചം നമുക്ക് തിരിച്ചു നൽകുന്നത്. വിജയം വരാനായി നമ്മൾ കാത്തു നിൽക്കരുത്. ഒരു കർഷകൻ വിളവെടുപ്പിൻ്റെ മണം നേരത്തെ അറിയുന്നത് പോലെ വിജയം ഇതിനോടകം തന്നെ എൻ്റേതാണെന്ന ബോധ്യത്തിൽ ജീവിക്കുക. ആ ആത്മവിശ്വാസമാണ് നമ്മുടെ കാന്തിക വലയത്തെ ശക്തമാക്കുന്നത്. ചൈനീസ് മുളയെപ്പോലെയാണ് സ്ഥിരത എന്നത്. ആദ്യം വേരുകൾ ഉറപ്പിക്കണം, പിന്നെ ആകാശം മുട്ടെ വളരണം. ക്ഷമയെന്നത് വെറുതെയാകില്ല, അത് നമ്മെ ആകാശം മുട്ടെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പാകപ്പെടുത്തുകയാണ്. നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ്റെ 10ാം ഭാഗത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളൊരു വലിയ സ്വപ്നം കണ്ടുകൊണ്ട് കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ ഫലം ഉടനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത്. ക്ഷമയെന്നത് വെറുമൊരു കാത്തിരിപ്പല്ല, മറിച്ചത് പ്രപഞ്ച താളത്തിനൊപ്പം ഒഴുകുന്ന ഒരു കലയാണ്. നമുക്കറിയാം, ഒരു മാമ്പഴം പാകമാകാൻ സമയമെടുക്കും. നമ്മൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അത് പഴുക്കില്ല, മറിച്ചത് നശിച്ചു പോവുകയാണ് ഉണ്ടാവുക. ഈ പ്രപഞ്ച നിയമങ്ങളും അതുപോലെയാണെന്ന്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു വലിയ അടിത്തറ പണിയുകയാണ്. നമ്മളൊക്കെ ചൈനീസ് മുളകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകാം. അത് നട്ടുകഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷം അതിൻ്റെ ഒരു പ്രവർത്തനവും പുറമേക്ക് കാണാൻ കഴിയില്ല. ഒരു ചെറിയ നാമ്പ് പോലും പുറത്തു വരില്ല. എന്നാൽ 5ാമത്തെ വർഷം അത് വെറും 6 ആഴ്ചകൾ കൊണ്ട് 80 അടി ഉയരത്തിൽ വളരും. ആ 4 വർഷം അത് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഭൂമിക്കടിയിലേക്ക് അതിൻ്റെ വേരുകൾ ആഴത്തിൽ പതിപ്പിക്കുകയായിരുന്നു, ഉറപ്പിക്കുകയായിരുന്നു. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു 4 വർഷം കാത്തിരിക്കാൻ തയ്യാറല്ല. നമ്മൾ വേരുകൾ ഉറപ്പിക്കാതെ ഫലം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതല്ലേ വാസ്തവം? ഓർക്കുക, നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ നമ്മുടെ വേരുകളും ആഴത്തിലുള്ളതായിരിക്കണം. ഈ പ്രപഞ്ചം നമ്മളെയൊന്നും ഒരിക്കലും പരീക്ഷിക്കില്ല, മറിച്ച് നമ്മെ ഉയരങ്ങളിലേക്ക് താങ്ങാൻ പാകത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. നമ്മളിവിടെ പഠിക്കേണ്ടത് ഈ സജീവമായ കാത്തിരിപ്പിനെ കുറിച്ചാണ്. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്ന ആ നിമിഷങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ നടക്കുന്നത്. അതുപോലെ നമ്മുടെ സ്ഥിരത എന്നത് നമ്മൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫലത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മൾ അവിടെ അസ്വസ്ഥനാകും. എന്നാൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ശ്രദ്ധിച്ചാലോ നമ്മളവിടെ ശാന്തനാകും. ഈ ശാന്തതയാണ് നമ്മുടെ ഏറ്റവും വലിയ ബലമെന്നത്. നമ്മുടെ വലിയ പ്ലാനുകളെല്ലാം നമ്മളെക്കാൾ നന്നായി ഈ പ്രപഞ്ചത്തിനാണ് അറിയുക. നമ്മൾ ചെയ്യേണ്ടത്
ഒരേ ഒരു കാര്യം മാത്രമാണ്: നമ്മുടെ വിശ്വാസം ഒട്ടും ചോർന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. നീ അക്ഷോഭ്യനായിരിക്കുക എന്നാണ് അഷ്ടവക്രമുനി പറയുന്നത്. അക്ഷോഭൻ എന്നാൽ യാതൊന്നിനും നമ്മെ അസ്വസ്ഥരാക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ്. ചുഴലിക്കാറ്റ് വീശിയാലും ഒരു പർവ്വതം അനങ്ങാതെ നിൽക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. ഈ ഉറച്ചു നിൽക്കലാണ് നമ്മുടെ വിജയത്തിൻ്റെ താക്കോൽ എന്നത്. നമ്മൾ എന്തിനാണോ അർഹനായത് അത് നമ്മെ തേടി വരിക തന്നെ ചെയ്യും. പക്ഷെ അതിന് നമ്മൾ പൂർണ്ണമായും തയ്യാറെടുക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മുടെ ക്ഷമയെന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ തെളിവാണ്. നമ്മൾ ഭൂമിയിലേക്ക് ആഴത്തിൽ വേരിറക്കി നിൽക്കുന്ന വൻമരമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ചുറ്റുമെത്ര കാറ്റ് വീശിയാലും നമ്മൾ അനങ്ങുന്നില്ല എന്ന ബോധ്യത്തോടെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, പ്രപഞ്ചം എൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നു എന്ന് മന്ത്രിക്കാം നമുക്ക്. പലപ്പോഴും നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര വൈകുന്നതെന്നാണ്. പ്രപഞ്ചത്തിൻ്റെ നിഘണ്ടുവിൽ വൈകുക എന്ന വാക്കേയില്ല. അവിടെയുള്ളത് കൃത്യമായ സമയം മാത്രമാണ്. ഒരു കുഞ്ഞ് ജനിക്കാൻ 9 മാസം വേണം, അല്ല? 9 മാസം കഴിയുന്നതിന് മുൻപ് കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ അപകട നിലയിലായിരിക്കും. നമ്മുടെ വിജയവും അതുപോലെയാണെന്നേ. പ്രപഞ്ചം നമ്മെ തളർത്തുകയില്ല, മറിച്ച് ആ വലിയ നേട്ടം താങ്ങുവാനുള്ള കരുത്ത് നമ്മിൽ നിറയ്ക്കുകയാണ് ചെയ്യുക. ഈ കാത്തിരിപ്പെന്നത് വെറുമൊരു സമയമല്ല, അതൊരു തയ്യാറെടുപ്പാണ്. ഒരിക്കലൊരു മനുഷ്യൻ ഒരു ചിത്രശലഭം അതിൻ്റെ കൂട് പൊട്ടിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ കഷ്ടപ്പെടുന്നത് കാണുകയുണ്ടായി. സഹതാപം തോന്നിയ അയാൾ ആ കൂടൊന്ന് കീറി ചിത്രശലഭത്തിന് പുറത്തു വരുവാൻ സൗകര്യമൊരുക്കി കൊടുത്തു. ശലഭം പുറത്തു വന്നു, പക്ഷേ അതിന് പറക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ചിറകുകൾ വളർന്നിരുന്നില്ല, ശരീരം തളർന്നു പോയിരുന്നു അവിടെ. പിന്നീട് അയാൾ തിരിച്ചറിഞ്ഞു, ആ കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ ശലഭം നടത്തുന്ന ആ കഠിനമായ പോരാട്ടമാണ് അതിൻ്റെ ചിറകുകളിലേക്ക് രക്തമെത്തിക്കുന്നതും അതിനെ പറക്കാൻ പ്രാപ്തനാക്കുന്നതുമെന്നാണ്. അത് കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. നോക്കൂ, ഇവിടെ ആ മനുഷ്യൻ്റെ സഹായം പോലും യഥാർത്ഥത്തിൽ ആ ജീവനെ കൊന്നുകളയുകയാണ് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്നത് ആ ചിത്രശലഭത്തിൻ്റെ കൂട് പോലെയാണ്. നമ്മൾ വിചാരിക്കും എല്ലാം പെട്ടെന്ന് നടക്കുമെന്ന്. എന്നാൽ നമ്മൾ നേരിടുന്ന ആ കാത്തിരിപ്പിനും ബുദ്ധിമുട്ടുകളും നമ്മുടെ ആത്മീയമായ ചിറകുകൾ മുളപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിവിടെ അക്ഷമരാകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ പ്രക്രിയയെ, ആ താളത്തെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചം എന്നത് ഒരു മാസ്റ്റർ പ്ലാനറാണെന്നേ. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായ ഒന്നാണ് ഈ പ്രപഞ്ചം നമുക്കായി കരുതിയിരിക്കുന്നത്. അതിന് ചെറിയൊരു കാലതാമസം എടുത്താൽ തന്നെ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒന്നിലും നിങ്ങൾ തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടുന്നവൻ ജീവിതത്തിലേക്കല്ല, പകരം മരണത്തിലേക്കാണ് പോകുന്നതെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. കാലം എന്നത് ഒരു തോന്നൽ മാത്രമാണെന്ന് അഷ്ടവക്രനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോക്കൂ, നമ്മൾ ആത്മാവാണെങ്കിൽ നമുക്ക് ജനനമോ മരണമോ ഇല്ല, നമുക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല. നമ്മൾ ഈ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ സമയത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്. നമ്മൾ നമ്മുടെ സാക്ഷിഭാവത്തിൽ ഉറച്ചു നിന്നാൽ സമയമൊരു തടസ്സമാകാതെ തന്നെ ഈ കാത്തിരിപ്പിലും നമുക്ക് ആനന്ദിക്കാൻ കഴിയും. നമ്മൾ വിജയത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, കൂടെ ഈ നിമിഷത്തെ അനുഭവിക്കാൻ കൂടിയാണ്. ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ എത്തുന്നിടം വരെ നമ്മൾ ആരായി മാറുന്നു എന്നത്. നമ്മുടെ ഈ ജീവിതത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്കിപ്പോൾ വേണമെന്നതല്ല, എപ്പോൾ ലഭിച്ചാലാണോ എനിക്ക് ഏറ്റവും നന്മയുണ്ടാകുക അപ്പോൾ നൽകിയാൽ മതിയെന്ന് ഈ പ്രപഞ്ചത്തോട് മന്ത്രിക്കാം. ഈ നിമിഷം ഞാൻ സന്തുഷ്ടനാണ്, പ്രപഞ്ചം എന്നെ നയിക്കുന്നു എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുക.
ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പ്രപഞ്ചത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊരു നിമിഷമുള്ളിൽ ഇതൊന്നും നടന്നില്ലെങ്കിലോ എന്നൊരു ചോദ്യം വരുന്നത് കേൾക്കാം. ഇത് വെറും സ്വപ്നമല്ലേ എന്ന്. ഈ സംശയമാണ് പ്രപഞ്ചത്തിന്റെ പ്രവാഹത്തെ തടയുന്ന ഏറ്റവും വലിയ മതിൽക്കെട്ടെന്നത്. സംശയമെന്നത് നമ്മൾ നമ്മുടെ തന്നെ കഴിവിനെയും പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെയും അവിശ്വസിക്കുന്ന അവസ്ഥയാണ്. ഈ സംശയത്തെ നമ്മൾ വേരോടെ പിഴുതെറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ വളർച്ചയെ മുരടിപ്പിച്ചു കളയും. ഒരിക്കൽ ഒരു കപ്പൽ വഴിതെറ്റി കടലിന്റെ നടുവിൽ പെട്ടുപോയി. ദിക്കുകൾ തിരിച്ചറിയാൻ വയ്യാത്ത വിധം ചുറ്റും കോടമഞ്ഞാണ്. കപ്പലിലെ ജോലിക്കാർ ഭയപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങളിപ്പോൾ മരിക്കുമെന്ന്. എന്നാൽ ആ കപ്പലിന്റെ ക്യാപ്റ്റൻ ശാന്തനായി കപ്പലിന്റെ വീലിൽ പിടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഭയം കൊണ്ട് കപ്പൽ എന്തായാലും മുന്നോട്ട് പോകില്ല. നമ്മൾ കാണുന്ന ഈ കോടമഞ്ഞ് മാറും, അതുവരെ നമ്മൾ നമ്മുടെ വഴിവിളക്കിൽ അഥവാ കോമ്പസിൽ നമുക്ക് വിശ്വസിക്കാം. അയാൾ ഭയത്തിന് വഴങ്ങാതെ ആ കോമ്പസിൽ നോക്കി കപ്പൽ മുന്നോട്ട് നയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കോടമഞ്ഞെല്ലാം മാറി അവർ സുരക്ഷിതരായി കരക്കെടുത്തു. ഇവിടെ ആ ക്യാപ്റ്റന്റെ വിശ്വാസമായിരുന്നു ആ കപ്പലിന്റെ ജീവൻ. ഒരു തെളിവ് കണ്ടിട്ട് വിശ്വസിക്കേണ്ടതല്ല നമ്മുടെ വിശ്വാസം എന്നത്. നമ്മൾ ഈ കോടമഞ്ഞ് നിറഞ്ഞ ജീവിതയാത്രയിൽ കാണുന്ന ആ കോമ്പസ് പോലെയാകണം നമ്മുടെ വിശ്വാസം. പുറമേ നമ്മളൊന്നും കാണുന്നില്ലെങ്കിലും നമുക്കുള്ളിലെ ബോധത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. സംശയം എന്നത് മനസ്സിന്റെ സ്വഭാവവും വിശ്വാസം ആത്മാവിന്റെ പ്രകാശവുമാണെന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. സംശയം വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാതെ അത് നമ്മുടെ ബോധത്തിന്റെ ഉണർച്ചയ്ക്കുള്ള ഒരു അടയാളമായി കാണണം. ഒരു സംശയമുണ്ടായാൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. ഞാൻ എന്തിനാണ് സംശയിക്കുന്നത്? ഈ പ്രപഞ്ചം എനിക്ക് എതിരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ഉത്തരം അല്ല എന്നാകുമ്പോൾ നമ്മിൽ നിന്നും ഈ സംശയം താനെ അലിഞ്ഞു പോകും. അഷ്ടവക്രൻ പറഞ്ഞതുപോലെ, നീ ആത്മസ്വരൂപനാണ്. സംശയങ്ങൾക്ക് ആത്മാവിനെ തൊടാൻ കഴിയില്ല. സംശയമെന്നത് വെറുമൊരു ചിന്ത മാത്രമാണ്. ചിന്തകൾ വരികയും പോകുകയും ചെയ്യും. ചിന്തകൾക്ക് മുകളിൽ നിൽക്കുന്ന സാക്ഷിയായി നമ്മൾ മാറുമ്പോൾ ഈ സംശയങ്ങൾ ഒന്നും തന്നെ നമ്മെ ബാധിക്കില്ല. നമ്മൾ ഒരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കണം അവിടെ. സംശയങ്ങൾ ഒരു കാറ്റുപോലെ വന്ന് നമ്മളെ തൊട്ടു തഴുകി കടന്നു പോയേക്കാം. പക്ഷെ നമ്മൾ അവിടെ അനങ്ങരുത്. നമ്മുടെ വിശ്വാസം എന്നത് പാദരസത്തെ പോലെ ശുദ്ധമായിരിക്കും. ഈ ഉറച്ച നിൽക്കലാണ് പ്രപഞ്ചത്തിന്റെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കുന്നത്. നമുക്കുള്ളിലെ സംശയങ്ങളെ ഒരു കറുത്ത മേഘമായി സങ്കല്പിക്കാം. നമുക്ക് അതിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകാശം നിറയ്ക്കുമ്പോൾ സംശയത്തിന്റെ മേഘങ്ങൾ നീങ്ങി ആകാശം തെളിയുന്നത് കാണാം. എൻ്റെ വിശ്വാസം പാറ പോലെ ഉറപ്പാണ്. പ്രപഞ്ചം എനിക്കായി പ്രവർത്തിക്കുന്നുവെന്ന് മന്ത്രിക്കാം നമുക്ക്. നമ്മൾ പലപ്പോഴും ആഗ്രഹങ്ങളെ ഒരു ഭാവികാല സംഭവമായാണ് കാണുക. ഇത് നടക്കും, ഇത് കിട്ടുമെന്നല്ല. എന്നാൽ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രപഞ്ച നിയമം പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനോടകം തന്നെ നിലനിൽക്കുന്നു എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് ഭാവിയിൽ നിന്ന് ആ വിജയത്തെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ലക്ഷ്യത്തിലെത്തിയ ഒരാൾ നടക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം നമ്മൾ ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ പ്രപഞ്ചത്തിന് ആ വിജയത്തെ നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാകില്ല. പണ്ട് കഠിനമായ വരൾച്ച അനുഭവപ്പെട്ട ഒരു ഗ്രാമത്തിൽ എല്ലാവരും മഴ പെയ്യാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വൃദ്ധനായ കർഷകൻ തൻ്റെ നിലം ഉഴുതുമറിച്ച് വിത്തിറക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. നാട്ടുകാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹേ മനുഷ്യ, ആകാശം വെറുതെ കിടക്കുകയാണ്, മഴയുടെ ഒരു ലക്ഷണവുമില്ല, പിന്നെന്തിനാണ് നിങ്ങൾ ഈ വിത്തിറക്കുന്നത്? അദ്ദേഹം വളരെ ശാന്തനായി മറുപടി പറഞ്ഞു, ഞാൻ വിത്തിറക്കുന്നത് ഇപ്പോൾ മഴ പെയ്യും എന്നതുകൊണ്ടല്ല,
എൻ്റെ വിളവെടുപ്പിൻ്റെ മണം ഞാൻ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ മനസ്സ് ഈ വയൽ നിറയെ നെൽക്കതിരുകൾ കാണുന്നുണ്ട്. ഞാൻ ആ വിളവെടുപ്പിൻ്റെ ആഘോഷത്തിലാണ്. എന്നാൽ യാദൃശികമായ അടുത്ത ദിവസം തന്നെ ആകാശത്ത് കാർമേഘങ്ങൾ രൂപപ്പെടുകയും മഴ പെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വയലിൽ മാത്രം ആദ്യത്തെ വിളവെടുപ്പും നടന്നു. ആ കർഷകനെ പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ വിളവെടുപ്പിൻ്റെ ആഹ്ലാദം ഇപ്പോൾ തന്നെ അനുഭവിക്കണം. അഭിനയം എന്നത് കപടതയല്ല, മറിച്ച് അതൊരു സൃഷ്ടിയുടെ ആരംഭമാണെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വിജയത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിജയത്തിൻ്റെ ഊർജത്തിൽ ഇന്ന് തന്നെ നമ്മൾ ജീവിച്ചു തുടങ്ങണം. വലിയൊരു സംരംഭകനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ വലിയൊരു സംരംഭകന്റെ ആത്മവിശ്വാസത്തോടെ പെരുമാറാൻ തുടങ്ങണം. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഉള്ളുകൊണ്ട് വിശ്വസിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പ്രപഞ്ചം ആ സാഹചര്യങ്ങളെ യാഥാർത്ഥ്യമായി നമുക്ക് ചുറ്റും നെയ്തെടുക്കും. നമ്മൾ വൈബ്രേഷൻ മാറ്റുമ്പോൾ പ്രപഞ്ചം അവിടെ ഫലത്തെ മാറ്റുന്നു. നീ എന്തിനെ ധ്യാനിക്കുന്നുവോ അത് നീ ആയിത്തീരുന്നു എന്നാണ് അഷ്ടവക്രൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ദാരിദ്ര്യത്തെ ധ്യാനിച്ചാൽ ദാരിദ്ര്യം നമ്മിൽ നിറയും. നമ്മൾ വിജയത്തെ ധ്യാനിച്ചാൽ വിജയം നമ്മിൽ നിറയും. നമ്മുടെ സങ്കല്പവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകരുത്. നമ്മൾ നമ്മുടെ സ്വപ്നത്തിൻ്റെ പ്രഭാവലയത്തിൽ ജീവിക്കുമ്പോൾ പ്രപഞ്ചം അത് തിരിച്ചറിയുകയും ആ സ്വപ്നത്തെ നമ്മിലേക്ക് ചുരുക്കിയെടുക്കുകയും ചെയ്യും. നമ്മൾ ഭാവിയുടെ ഉടമസ്ഥരാണെന്നുള്ള ആഴത്തിലുള്ള ആ തിരിച്ചറിവ് നമ്മുടെ കർമ്മങ്ങൾക്ക് അസാമാന്യമായ കരുത്ത് നൽകും. നമ്മൾ ഇപ്പോൾ തന്നെ ആ ലക്ഷ്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവു സമയത്ത് നമ്മുടെ ലക്ഷ്യം പൂർത്തിയായ ആ നിമിഷത്തെ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ വിജയത്തിൻ്റെ സന്തോഷം നമ്മുടെ ഓരോ കോശത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ നടക്കുമ്പോൾ ആ വിജയത്തിൻ്റെ ഗാംഭീര്യം നമ്മുടെ ചുവടുകളിൽ കാണണം. ഞാൻ ഈ വിജയം അനുഭവിച്ചു കഴിഞ്ഞു, പ്രപഞ്ചത്തിന് നന്ദിയെന്ന് ആഴത്തിൽ മന്ത്രിക്കാം. നമ്മൾ നമ്മുടെ ഇന്നത്തെ ചിന്തകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്ഷമയെന്നത് നമുക്കെന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി സഹിക്കുന്ന ഒന്നല്ല. ക്ഷമയെന്നത് നമുക്കുള്ളിലെ ആനന്ദത്തിൻ്റെ ഒരവസ്ഥയാണ്. നമ്മളൊരു പൂ വിരിയുന്നത് കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾക്കായി നമ്മൾ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പ് ഒരിക്കലും ദുഃഖകരമല്ല. കാരണം ആ ലക്ഷ്യം ഇതിനോടകം തന്നെ നമ്മുടെ ബോധത്തിൽ വിരിഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ സ്ഥിരത ഉള്ളവരാകുക എന്നാൽ നമുക്കുള്ളിലെ ആ ആനന്ദം നഷ്ടപ്പെടുത്താതെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നാണ്. നീ കാത്തിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ നിമിഷത്തെ ആഘോഷിക്കൂ എന്നാണ് ഓഷോ നമ്മളോട് എപ്പോഴും പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിത്ത് മുളയ്ക്കുന്നത് നോക്കി നിൽക്കുന്ന കർഷകനല്ല, മറിച്ച് മണ്ണിൽ വിത്ത് വിതച്ച് ആ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകനാണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടൻ. നമ്മുടെ ലക്ഷ്യം വരും, അത് വരാതിരിക്കാൻ ഒരു വഴിയുമില്ല, വന്നേ മതിയാകും. എന്നാൽ അത് വരും വരെ നമ്മൾ എങ്ങനെയുള്ളവരാകുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ നമ്മുടെ സ്ഥിരതയിൽ ആനന്ദിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തെ അത്ഭുതപ്പെടുത്തും. അവിടെയാണ് ഈ പ്രപഞ്ചം നമ്മെ തേടി വരുന്നത്. നമ്മൾ ഈ സമയത്തിൻ്റെ ഒന്നും അടിമയല്ല എന്നാണ് അഷ്ടവക്രൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സമയം നമ്മളിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മൾ സമയത്തിലൂടെയല്ല. സ്ഥിരതയെന്നാൽ സമയത്തിന് മുമ്പിൽ തോറ്റു നിൽക്കുന്നതല്ല, മറിച്ച് സമയത്തെ നോക്കി പുഞ്ചിരിക്കുന്നതാണ്. നമ്മുടെ ആത്മാവിന് ക്ഷീണവും കാത്തിരിപ്പുമില്ലല്ലോ. നമ്മൾ ഈ ശരീരമായി ഇരിക്കുമ്പോഴും നമ്മുടെ ബോധം അനന്തമായ ആകാശത്തിലാണുള്ളത്. ആ വിസ്താരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ചെറുതാണ്. ആ ബോധത്തോടെ നമ്മൾ സ്ഥിരത പുലർത്തുമ്പോൾ അത് ഏറ്റവും വലിയ ശക്തിയായി മാറുകയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. ക്ഷമയും സ്ഥിരതയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. നമ്മളിപ്പോൾ കാത്തിരിക്കാൻ തയ്യാറാണ്, അല്ലേ? ഒപ്പം തന്നെ പ്രവർത്തിക്കുവാനും. നമ്മളൊരു വലിയ മാറ്റത്തിനായി നമ്മെ തന്നെ പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്.
അടുത്ത ഭാഗത്ത് നമ്മൾ പ്രവേശിക്കുന്നത് ഏറ്റവും മനോഹരമായ മറ്റൊരു തലത്തിലേക്കാണ്. സമ്പൂർണ്ണ സമർപ്പണം എന്ന കല, അഥവാ ദ ആർട്ട് ഓഫ് സറണ്ടർ എന്ന വിഷയമാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ പ്രപഞ്ചം അത് എങ്ങനെ തിരികെ നൽകുന്നുവെന്ന് നമ്മൾ കാണും. നിങ്ങളിലെ ആ അനന്തമായ മൗനത്തെ ഞാൻ വന്ദിക്കുന്നു. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.